സഭയിൽ ആരോഗ്യമന്ത്രി മറുപടി പറയുകയാണ്. അതിലേക്ക് പറയാം. തിരുവിതാംകൂർ കൊച്ചി രാജഭരണ കാലത്തെ ഒന്ന് കാര്യം പറയണ്ടല്ലോ സാർ. നമുക്ക് 2016 10 വർഷം മുമ്പുള്ള കാര്യത്തിലേക്ക് ഒന്ന് പോകാം. എത്രയായിരുന്നു സാർ അന്നത്തെ മാതൃമരണ നിരക്ക്? 43 ആയിരുന്നു സാർ. 43. ഞാൻ മരണപ്പെട്ട അമ്മമാരുടെ സ്ത്രീകളുടെ കണക്കാണ് ഈ സഭയിൽ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി കൊടുത്ത 950 പേർ മരിച്ചു എന്ന കണക്കാണ് സാർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സാർ, ചില പത്ര കട്ടിങ്ങുകൾ കൂടി ഞാൻ വീണ്ടും മറുപടികളിലേക്കുണ്ട്. അതിലേക്ക് വരുന്നതിന് മുൻപ് പത്ര കട്ടിങ് സാർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞതുകൊണ്ട് കേരളം ICUവിൽ സാർ രോഗികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞ ആശുപത്രി വരാന്തയിൽ ബഹുമാനപ്പെട്ട MLA നേരത്തെ പറഞ്ഞല്ലോ, തളർന്നവശയായി അവർ നിൽക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി. ഇനി നിരവധി പേർ ക്യൂവിലുണ്ട്. ഇനി അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് സാർ, പ്രമേഹം സംബന്ധമായ അസുഖത്തിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഡോക്ടറെ കാണാൻ എത്തിയതാണ് വാമനപുരം സ്വദേശി പ്രഭ. മെഡിക്കൽ കോളേജായി കൊട്ടിയാഘോഷിച്ച് പ്രഖ്യാപനം നടത്തിയ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള കാഴ്ചയാണിത്. ആവശ്യത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയും മതിയായ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കാതെയും ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാനായി ഒരു ആശുപത്രി. സാർ, UDFന്റെ കാലഘട്ടത്തിലാണ്, 2015 സാർ, 2015 സാർ ഇത് വന്നിട്ടുള്ളത്. സാർ, രൂക്ഷ വിമർശനവുമായി മനുഷ്യാവകാശ കമ്മീഷൻ കൊച്ചിൻ ക്യാൻസർ സെന്റർ ജലരേഖയായി. ബഹുമാനായിട്ടുള്ള രാജീവ് മിനിസ്റ്റർ ഇവിടെ ഉണ്ടല്ലോ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ കൂടി ജില്ലയാണ് എറണാകുളം ജില്ല സാർ. അദ്ദേഹവും പങ്കെടുക്കണം ആ ചടങ്ങിൽ. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് സാർ. മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ ക്യാൻസർ സെന്റർ സാർ, കൊച്ചിൻ ക്യാൻസർ സെന്റർ. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് അവിടെ പൂർത്തിയായി എന്നുള്ളത് മാത്രമല്ല, എക്യുപ്മെന്റ്സ് എല്ലാം ലഭ്യമാക്കിയിട്ടുണ്ട്, തസ്തികകൾ ഉൾപ്പെടെ സൃഷ്ടിച്ചിട്ടുണ്ട് സാർ. ജലരേഖയായി റിസർച്ച് സെന്റർ തന്നെയാണ് സാർ. അത് ക്യാൻസറിന്റെ റിസർച്ച് സെന്റർ ആണ്. UDFന്റെ കാലത്ത് ജലരേഖയായി ഒരു കല്ല് പോലും ഇല്ലാതിരുന്ന ഒരിടത്താണ് സാർ. അവിടെ ഒന്നാന്തരം കല്ലുമില്ല സാർ. അവിടെ ഒരു കൊച്ചിൻ ക്യാൻസർ സെന്റർ അത് നിർമ്മിച്ചിരിക്കുന്നത് സാർ. സാർ, അടുത്തൊരു വാർത്ത സാർ, സർക്കാർ ആശുപത്രികളിൽ ലാബ് സൗകര്യം ഇല്ല, രോഗികൾ സ്വകാര്യ ലാബുകളെ ആശ്രയിക്കുന്നു. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന എന്തിനെ കുറിച്ചാ സാർ? കാത്ത് ലാബിനെ കുറിച്ചാ. അതായത് സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ ജില്ലാ ആശുപത്രിയിൽ ഒരുക്കിയതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ UDF 10 വർഷം മുമ്പുള്ള, എനിക്ക് തോന്നുന്നു ഇത് മാതൃഭൂമിയാണെന്ന് തോന്നുന്നു, അതിലുള്ള ഒരു വാർത്തയാണ്. സർക്കാർ ആശുപത്രികളിൽ ലാബ് സൗകര്യമില്ല, രോഗികൾ സ്വകാര്യ ലാബുകളെ ആശ്രയിക്കുന്നു. 250 ലാബ് തുടങ്ങുമെന്ന പ്രഖ്യാപനം നടപ്പായില്ല. ഞാൻ പറയട്ടെ സാർ, കേരളത്തിന്റെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എല്ലാ MLA മാരുടെയും നിയോജക മണ്ഡലത്തിൽ അവിടെ ലാബുകൾ നെറ്റ്വർക്ക് തീർത്തുകൊണ്ട് ലാബ് നെറ്റ്വർക്കിംഗ് സംവിധാനം ഒരുക്കി സാർ. സാർ, ഇനിയൊരു കാര്യം ചോദിക്കട്ടെ സാർ, ഇനിയൊരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ സാർ. കേരളത്തിലുള്ള കാത്ത് ലാബുകളിൽ ഏതെങ്കിലും ഒന്ന്, മെഡിക്കൽ കോളേജുകളിലെ കാത്ത് ലാബുകളിൽ ഏതെങ്കിലും ഒന്ന് UDFന്റെ കാലത്ത് തുടങ്ങിയിട്ടുണ്ടോ സാർ? UDFന്റെ കാലത്ത് കേരളത്തിലെ തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ സാർ, ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ UDFന്റെ കാലത്ത് തുടങ്ങിയിട്ടുണ്ടോ? വിഷ്ണു, നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ അവർ മിണ്ടിയിട്ടല്ലോ. നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ ക്ഷമാപൂർവ്വം കേട്ടില്ലേ? യെസ്, അങ്ങ് പറഞ്ഞോ, അങ്ങ് അവരോട് മിണ്ടായിരിക്കാൻ പറ. കോളേജുകളെ കുറിച്ച് പറഞ്ഞല്ലോ സാർ. സാർ, മെഡിക്കൽ കോളേജുകളെ കുറിച്ച് പറഞ്ഞല്ലോ. ബഹുമാന്യനായ കാസർഗോഡ് MLA ഇവിടെ ഉണ്ട് ഇല്ലേ? ബഹുമാനപ്പെട്ട കാസർഗോഡ് MLA അദ്ദേഹം അന്ന് ബഹുമാന്യനായ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് അദ്ദേഹം നിയമസഭയിൽ ഉന്നയിച്ചൊരു വിഷയമാണ് സാർ. ശ്രീ NA നെല്ലിക്കുന്നിന്റെ 2014 ജൂൺ മാസത്തിലെയാണ് സാർ. അപ്പോ ഇവര് പറയുന്നത് 2013 അവിടെ കാസർഗോഡ് മെഡിക്കൽ കോളേജ് തുടങ്ങിയെന്നാണല്ലോ. ഈ അദ്ദേഹത്തിന്റെ വാക്കുകൾ നോക്കിയേക്കാം സാർ. കാസർഗോഡ് ജില്ലയിൽ സർക്കാർ മെഡിക്കൽ കോളേജ് തറക്കല്ലിടലിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ ഉറങ്ങുന്ന ആളെ ഉണർത്തി ഊണില്ലെന്ന് പറയേണ്ടി വരുന്നോ എന്ന് ആലോചിച്ചു പോവുകയാണ് പറയുന്നത് ബഹുമാന്യനായ ശ്രീ NA നെല്ലിക്കുന്ന്. 2013 നവംബർ 30 കാസർഗോഡ് നിയോജക മണ്ഡലത്തിലെ ബദിയടുക്കയിൽ നടന്ന ചടങ്ങ് ബഹുമാനപ്പെട്ട മന്ത്രി ഇപ്പോഴും ഓർക്കുന്നുണ്ടാകും. അങ്ങ് ആ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് മെഡിക്കൽ കോളേജിന്റെ ശിലാസ്ഥാപനം നടത്തിയത്. സൂര്യൻ ഉദിച്ചു വരുന്നതിന് മുൻപ് തന്നെ എങ്ങനെ ഇത്രയും ആളുകൾ ഗ്രാമപ്രദേശത്ത് തടിച്ചുകൂടിയെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ അങ്ങ് അത്ഭുതപ്പെട്ടിരുന്നു. കാസർഗോഡിലെ പാവം ജനത മെഡിക്കൽ കോളേജ് എന്ന ആശയം എത്രമാത്രം നെഞ്ചിലേറ്റുന്നു എന്നതിന്റെ തെളിവായിരുന്ന ആ ജനക്കൂട്ടം. ഇന്ന് കാസർഗോഡിലെ ജനങ്ങൾ നിരാശയിലാണ്. സാർ പറഞ്ഞത് അന്നത്തെ MLA ആണ് സാർ, അന്നത്തെ മന്ത്രിയോട് പറഞ്ഞാണ് സാർ. 2014 സാർ, അന്ന് ബദിയടുക്കയിൽ അവിടെ സാർ
തുടങ്ങിയപ്പോൾ കാസർഗോഡില് ഇന്ന് നോക്കണം സർ, കേരളത്തിൽ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ ഉള്ള ജില്ലയായിട്ട് കേരളം മാറി സർ. പത്തനംതിട്ടയിലും ഇടുക്കിയിലും വയനാടും കാസർഗോഡും ഇന്ന് മെഡിക്കൽ കോളേജുകൾ ഉണ്ട് സർ. അന്ന് 2015 തുടങ്ങിയതുപോലെയല്ല, ഇടുക്കിയിൽ തുടങ്ങിയതുപോലെയല്ല സർ. 2015 ഇടുക്കിയിൽ തുടങ്ങിയപ്പോൾ ബഹുമാന്യനായിട്ടുള്ള ശ്രീ റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ പറഞ്ഞല്ലോ, അന്ന് UDF കാലത്ത് 50 സീറ്റായിട്ട് തുടങ്ങി, പിന്നീട് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അന്വേഷണം നടത്തിയപ്പോ 50 കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുകയും സർ അതിന്റെ അംഗീകാരം നഷ്ടപ്പെടുത്തുകയും ചെയ്തു.